Hello friends, welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രസവശേഷമുള്ള അമിതഭാരം എങ്ങനെ കുറക്കാന്നുള്ളതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. പ്രസവശേഷം സ്ത്രീകൾ വളരെയധികം വണ്ണം വെക്കാറുണ്ട്. അമിതഭാരം കാരണം ബോഡി പെയിൻ, ക്ഷീണം ഇവയൊക്കെ ഉണ്ടാവും നമുക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് തോന്നാറുണ്ട് ഈ തടി ഒന്ന് കുറഞ്ഞു കിട്ടിയെങ്കിലെന്ന്. പക്ഷെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നല്ലോണം പ്രയത്നിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ തടി നല്ലോണം കുറഞ്ഞു വരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് പെട്ടെന്ന് കൂടിയ ഒരു തടിയല്ല, ഒരു 10 മാസം എടുത്തിട്ടാണ് നമ്മുടെ വണ്ണം കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ണം കുറയാൻ വേണ്ടിയിട്ട് നല്ലോണം സമയമെടുക്കും. നമ്മൾ പല വീഡിയോസും കാണാറുണ്ട്, 10 ദിവസം കൊണ്ട് ഇത്ര വെയിറ്റ് കുറയ്ക്കാം, ഒരു മാസം കൊണ്ട് ഇത്ര കിലോ കുറയ്ക്കാന്ന്. പക്ഷെ അതിനൊക്കെ നമുക്ക് ചിലപ്പോൾ അതിൻ്റെതായ ദോഷവശങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും നല്ലത് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഓരോ മെഡിസിൻസ് അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേറെ ഉള്ള അസുഖങ്ങൾ വരുത്തി വെക്കുന്നതിനേക്കാളും നല്ലത് നാച്ചുറലായിട്ട് നമ്മുടെ ഭാരം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രസവശേഷമുള്ള ഭാരം കുറയ്ക്കാൻ നമുക്ക് നല്ലോണം ക്ഷമ വേണം. ഞാൻ പറഞ്ഞല്ലോ, 10 മാസം കൊണ്ട് ഉണ്ടായ ഒരു തടിയാണ് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ക്ഷമയും വേണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേതെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിങ് ആണ്. നമ്മൾ കുഞ്ഞിന് നല്ലോണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ഇതുവഴി കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കൂടുകയും ചെയ്യും. മാത്രമല്ല കുഞ്ഞിന് വേണ്ട വൈറ്റമിൻസും മിനറൽസും ലഭിക്കും. അത് മാത്രമല്ല അമ്മയ്ക്ക് ഇതുവഴിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള കലോറീസ് ഇതുവഴി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. മാത്രമല്ല യൂട്രസ് ചുരുങ്ങാനും അതുവഴി നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ബ്രസ്റ്റ് ഫീഡ് വഴി നമുക്ക് കഴിയും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചേഞ്ച് യുവർ ഡയറ്റ് ആണ്. അതായത് ഡയറ്റ് എന്ന് പറഞ്ഞ് പട്ടിണി കിടക്കരുത്. പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന് വേണ്ട ന്യൂട്രീഷൻസ് ഒന്നും ലഭിക്കില്ല. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ചേഞ്ച് യുവർ ഡയറ്റ് എന്ന്, അതായത് നമ്മൾ ഭക്ഷണം രാവിലെ ഒരുപാട് കഴിച്ച് എന്നിട്ട് ഉച്ചക്ക് ഒരുപാട് കഴിക്കുക, എന്നിട്ട് രാത്രി അതിനേക്കാളും കൂടുതൽ കഴിക്കുക. അങ്ങനെയല്ല, നമ്മൾ രാവിലെ അത്യാവശ്യം നല്ലോണം കഴിക്കണം. കാരണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തെ എല്ലാത്തിനും വേണ്ട സംഭവം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ അത്യാവശ്യം നല്ലോണം കഴിച്ചോ. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പായിട്ട്, അതായത് ഒരു 10-11 ഒക്കെ മണിയാവുന്ന സമയത്ത് നിങ്ങൾ ഒരല്പം എന്തെങ്കിലുമൊക്കെ കഴിക്കുക. ഏറ്റവും നല്ലത് ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് മീൽ എന്തെങ്കിലും കഴിക്കുക. എന്നിട്ട് ഉച്ചക്ക് ഒരല്പം കഴിക്കുക. പക്ഷെ നമ്മൾ അല്പം എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ട, ശരീരത്തിന് വേണ്ട പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവോയ്ഡ് സ്നാക്സ്. അതായത് വറുത്തതും പൊരിച്ചതായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. അതിന് പകരമായിട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും ഒക്കെ കഴിക്കുക. ഫ്രൂട്ട്സിൽ പഴമൊക്കെ നല്ലതാണ്, അതായത് ബനാന വളരെ നല്ലതാണ്. അതുപോലെ ആപ്പിളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ നട്ട്സ് ഇല്ലേ, ബദാം, കാഷ്യൂ നട്ട്സ്, അതുപോലെ പീനട്ട്സ്. സ്നാക്സിന് പകരമായിട്ടാണ് ഞാൻ പറയുന്നത് ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ കഴിക്കുക. അപ്പോൾ നമുക്ക് ശരീരത്തിന് വേണ്ട വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടുകയും ചെയ്യും. വറുത്തതും പൊരിച്ചതും കഴിക്കുന്ന പോലത്തെ ഒരു ദോഷം നമ്മുടെ ശരീരത്തിന് ഉണ്ടാവില്ല. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾ ചെറുതായൊക്കെ എക്സസൈസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ സിസേറിയൻ്റെ മുറിവ് ഉണങ്ങിയിട്ട് വേണോ നിങ്ങൾ എക്സസൈസ് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ 6 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സിസേറിയനൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ 6 മാസം കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ എക്സസൈസ് ചെയ്ത് തുടങ്ങിക്കോ. അപ്പോൾ അത് നമ്മുടെ ബെല്ലി ഫാറ്റ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ എക്സസൈസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. നിങ്ങളുടെ ബോഡിയൊക്കെ ഓക്കെ ആണോ, എല്ലാം ക്ലിയർ ആയിട്ട് വേണം നിങ്ങൾ എക്സസൈസ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെയും വൈകിട്ടും കുഞ്ഞുമായിട്ട് കുറച്ച് സമയം നടക്കുക. അപ്പോൾ നമ്മൾ നടക്കുന്നത് വഴി നമ്മുടെ ഫാറ്റ് കുറയാനും മാത്രമല്ല നമ്മുടെ ബോഡി ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നടക്കുന്നത് വഴി നല്ലതാണ്. അപ്പോൾ എന്തായാലും കുറച്ച് സമയം രാവിലെയും വൈകിട്ടും കുഞ്ഞുമായിട്ടൊന്ന് നടക്കുക. അതുപോലെ വേറൊരു കാര്യമാണ് ബോഡി മസാജ്. ഓയിൽ ബോഡി മസാജ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. ബോഡി മസാജ് വഴി നമുക്ക് ഫാറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾ സിസേറിയൻ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ സിസേറിയൻ്റെ മുറിവ് ഉണങ്ങിയതിന് ശേഷം മാത്രം ബോഡി മസാജ് ചെയ്യുക. ഇതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക. അപ്പം വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിക്സ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് ഒരിക്കലും കുറയ്ക്കരുത്. നിങ്ങൾ കഴിയുന്ന
കഴിയുന്ന അത്രയും ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ നമ്മൾ സാലഡ് കഴിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇനി നോൺ വെജ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ സാലഡ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സാലഡിൽ നമ്മൾ മെയിനായിട്ട് ക്യാരറ്റ്, കുക്കുംബർ ഇവയൊക്കെ ഉൾപ്പെടുത്തിയാൽ മതി. ഇനി ഒരുപാട് സാലഡ്സ് വേണമെന്നൊന്നുമില്ല. ക്യാരറ്റ്, കുക്കുംബറൊക്കെ തന്നെ അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ശരീരഭാരം ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. എന്തായാലും കുറയും. നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ അമിതഭാരം നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായമൊക്കെ. മാത്രമല്ല ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.